വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അടിയന്തര സഹായത്തിനോട് മനുഷ്യത്വരഹിതമായിട്ടുള്ള വിധത്തിലുള്ള നടപടിയെടുത്തു. ആഗസ്റ്റ് 14 ഓപ്പൺ ചെയ്ത വിൻഡോയിലൂടെ നമ്മൾ കൊടുത്ത PDN ആപ്ലിക്കേഷൻ അത് ക്രൂരമായിട്ട് അവഗണിച്ചു. ബഡ്ജറ്റിൽ ഒരക്ഷരം പോലും ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാതെ അവസാനിപ്പിച്ചു. ഈ പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് സാസ്കിയിൽപ്പെടുത്തി ലോൺ തരാനുള്ള ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ളൊരു ലോണാണ്. സാസ്കിയിൽപ്പെടുത്തി ലോൺ തരാം എന്ന ഒരു വാഗ്ദാനം കേരളത്തിന് നൽകിയത്. ഇത് ലോണാണ്. കേരളം ആവശ്യപ്പെടുന്നത് ഉപാധിരഹിതമായി കേരളത്തിന് കിട്ടേണ്ട അവകാശമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് തരേണ്ട അവകാശങ്ങൾ കേരളത്തിന് ലഭ്യമായേ മതിയാകും. അതിനു പകരം ലോൺ തരാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആ ലോൺ തരുന്നതിനെക്കുറിച്ച് നമ്മുടെ ഡയറക്ടർ പുറത്തിറക്കിയിട്ടുള്ള നിബന്ധനകൾ അതിനേക്കാൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. 45 ദിവസം കൊണ്ട് അനുവദിക്കപ്പെട്ട 529 കോടി രൂപ ചെലവഴിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ പറയുകയാണ്. ഇത് കേരളം തിരിച്ചടയ്ക്കേണ്ട സംഖ്യയാണ്, അല്ലാതെ കേരളത്തിന് തരുന്ന ഒരു അഡീഷണൽ സഹായമോ ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യമോ അല്ല. ആ നൽകുന്ന സഹായം പോലും 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാവുക? ദ എമൗണ്ട് റിലീസ്ഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ബൈ 31/3/2025. മാർച്ച് 31-നുള്ളിൽ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള പേടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. റിലീസ് ഫണ്ട്സ് ഇമ്മീഡിയറ്റ് ഏജൻസീസ് വിത്തൗട്ട് ആക്ച്വൽ പേയ്മെൻറ്റ് ടു ഫൈനൽ റെസിപ്റ്റൻറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ പറഞ്ഞാൽ ഈ എമൗണ്ട് ഏജൻസികളിലേക്ക് കൈമാറിയാൽ പോലും 31/3/2025 അത് നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു ക്രൂരമായ ബലിതം കേരളത്തിനോട് നടത്തുകയാണ്. കേരളത്തിന് ലോൺ അനുവദിക്കുന്നത് എത്രയോ നിബന്ധനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അനുവദിക്കപ്പെടുന്ന ലോണിൽ ചെലവഴിക്കേണ്ട സംഖ്യ പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. എന്ന് മാത്രമല്ല, ഒരു അടിയന്തര ഘട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് കേരളം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ 5ാമത്തെ കണ്ടീഷൻ, ഇത് അനുവദിക്കപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് വഴിമാറി ചെലവഴിച്ചാൽ കേരളത്തിന് സാധാരണ നൽകുന്ന ഡിവല്യൂഷനിൽ നിന്ന് അത് കട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ മാൻഡേറ്ററി ആയി കേരളത്തിന് തരുന്ന സഹായത്തിൽ നിന്ന് അത് കട്ട് ചെയ്യും എന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകളോടുകൂടിയാണ് ഒരു ലോൺ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ചൂരൽമലയിലെ ദുരന്തബാധിതരോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വേണം ഇതിനെ കാണാൻ. ഏറ്റവും വേഗതയിൽ എങ്ങനെ കേരളം ഏത് വിധത്തിലുള്ള സഹായം കിട്ടിയാലും ഏത് വിധത്തിൽ കടമെടുത്താലും അവിടെ ഉള്ളവരെ സഹായിക്കുക എന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിബന്ധനകൾ കൂടി പരിശോധിക്കാൻ ഇന്ന് ധനകാര്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ദുരന്ത റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരിന്നൊരു പ്രത്യേകമായിട്ടുള്ള യോഗം ചേർന്ന് ഈ സംഖ്യ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകൾ കൂടി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കേരളത്തിന് ലഭ്യമാക്കും. കേരളം ആവശ്യപ്പെടുന്നത് ഈ ദുരന്ത മുഹൂർത്തത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ അവകാശമായിട്ടുള്ള സംഖ്യ തരണം എന്ന് തന്നെയാണ്. അത് കേരളത്തിൻ്റെ അവകാശമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത വിധം കേരളത്തിൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ ഏതെങ്കിലും വിധത്തിൽ ഇടപെടുന്ന ഒരു രീതി, ആ അവകാശത്തെ ഏതെങ്കിലും വിധത്തിലുള്ള ഹരിക്കുന്ന ഒരു രീതി ഒരു ഫെഡറൽ സ്റ്റേറ്റിന് ഗുണകരമല്ല. കേരളം അതുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ അതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. നിബന്ധനകൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, നിബന്ധനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. 31/3/2025 ലഭ്യമാക്കിയിട്ടുള്ള 529 കോടി രൂപയും ചെലവാക്കണം എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല. നമുക്ക് മാത്രമല്ല, ആർക്കും എളുപ്പമായിരിക്കില്ല. കാരണം വലിയ വലിയ നടപടിക്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന, സാസ്കി പറയുന്നത് പോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉതകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വഴിയിൽ ഔപചാരികമായ ഏജൻസികൾക്ക് കൈമാറിയാൽ അതിൻ്റെ
നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാമോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ആധികാരികമായിട്ടുള്ള പരിശോധന ഇന്ന് ബന്ധപ്പെട്ട സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടക്കും. അവർ സർക്കാരിന് ആ കാര്യം നിർദ്ദേശം നൽകും. അതനുസരിച്ച് കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായമായി കാണാനും കഴിയില്ല.